ഞാൻ ഇതിനൊന്നും എതിരില്ല. വിനയപരസ്പരം അപേക്ഷിക്കുന്നു, കൈകൂപ്പി അപേക്ഷിക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി. ഇത്തരം കാര്യങ്ങളല്ല നമുക്ക് ആവശ്യം. എല്ലാ മീഡിയയും അത് ശ്രദ്ധിക്കണം. ആവശ്യമുള്ള ഏത് കാര്യങ്ങളോടും നമുക്ക് യോജിക്കാം. ഞാൻ കഴിഞ്ഞ 22 വർഷക്കാലമായി MLA എന്ന നിലയിലൂടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുല്ലപ്പെരിയാറിൽ പോവുകയും ഒരുപക്ഷെ ജോയിന്റ് ഇൻസ്പെക്ഷനിൽ പങ്കെടുക്കുകയും സമരരംഗത്ത് ഉറച്ചു നിൽക്കുകയും നിരാകാര സമരത്തിന് ഒക്കെ നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേസ് എവിടെ നിൽക്കുന്നു? ഇതിൽ സംസ്ഥാനത്ത് ആർക്കെങ്കിലും രണ്ട് അഭിപ്രായമുണ്ടോ? മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാകണം. ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും തീരുമാനം. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ നാൾവരികൾ എടുത്തു നോക്കൂ, ഇപ്പോൾ കേസ് അവിടെ നിൽക്കുന്നു. എന്നാൽ സമീപകാലത്ത് കണ്ടൊരു സ്ഥിതി എന്താ? 2014 അല്ലേ, നമ്മുടെ കുമ്പളി കാർ പാർക്കിൻ്റെ നമ്മൾ നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് തമിഴ്നാട് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തത്. അതിന്മേൽ കോടതി പറഞ്ഞത് സർവേ ഓഫ് ഇന്ത്യയോട് റിപ്പോർട്ട് തേടി. സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പരാമർശിച്ചത് ഇത് ലീസ് എഗ്രിമെൻ്റ് പീരീഡിനകത്തല്ല. അത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു. എല്ലാ ചാനലുകളിലും വാർത്താ മീഡിയയിലെല്ലാം ഇത് വരികയും ചെയ്തു. എത്ര കാലം കൂടിയാണ് ഇത്ര ഒരു പൊസിഷനിലേക്ക് നമുക്കൊന്ന് വരാൻ കഴിയുന്നത്? പിന്നീട് നമ്മൾ പറഞ്ഞു തമിഴ്നാടിനെ ചോദ്യം ചെയ്യലല്ല, ഞങ്ങൾക്ക് സംശയം പ്രകടിപ്പിച്ചു എഗ്രിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കവും സ്റ്റേറ്റും അവിടെ യൂണിയൻ തമ്മിലുള്ള യൂണിയൻ ഗവൺമെൻറ്റുമായിട്ടുള്ള വിഷയങ്ങളൊന്നും അല്ല, ഇത് കാലങ്ങൾക്ക് മുമ്പുള്ളൊരു എഗ്രിമെൻറ്റാണ്. അപ്പോൾ ഇത് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ എന്നുള്ള കമൻറ്റും സുപ്രീം കോടതി പറഞ്ഞു. എന്നിട്ട് 8 ആഴ്ച സമയം കൊടുത്തിരിക്കുക. അടുത്ത 30-ാം തീയതി ഇതിന്മേൽ വാദം കേൾക്കുക. നമുക്ക് ഉള്ള എല്ലാ ഗ്രൗണ്ടുകളും ഫലപ്രദമായി കേസ് നടത്തി കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. തമിഴ്നാടുമായി ഒരിക്കലും ശത്രുതാ മനോഭാവത്തിൽ പോകേണ്ട ഒരു സംസ്ഥാനമല്ല കേരളം. പരസ്പരം ഇഴുകിച്ചേർന്ന് താമസിക്കുന്നവരാണ്. നമ്മുടെ ബോർഡർ സെക്ടറി മാത്രമല്ല, നമ്മുടെ അനുദിനമായിട്ടുള്ള ധാരാളം വ്യാപാര വ്യവസായങ്ങളും അതോടൊപ്പം തന്നെ അനുദിന ബന്ധങ്ങളും എല്ലാം പുലർത്തുന്ന ജീവിതം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്നൊരു സ്ഥിതി തമിഴ്നാടും കേരളവുമായിട്ട് നമ്മുടെ ബോർഡർ മേഖലയെല്ലാം ഉണ്ട്. തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു സേഫ്റ്റി കൺസേൺഡ് ഡാം ഉണ്ടാവണം. ഇത് മാത്രമാണ് കേരളം ആഗ്രഹിക്കുന്നത്. അവർക്ക് ആവശ്യമായ ജലം നൽകിക്കൊണ്ട് തന്നെ. അതുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നൊരു വിഷയമാണെങ്കിൽ പോലും ഔട്ട് ഓഫ് കോർട്ടിൽ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഗവൺമെൻറ്റിന് എങ്ങനെ നീങ്ങാൻ പറ്റും, ഇക്കാര്യങ്ങളും തീർച്ചയായിട്ടും പരിശോധിക്കുകയും പരിഗണിക്കുകയും. സംഭവം ശരിയാണെങ്കിൽ പോലും നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനം നമുക്കറിയാം. അപ്പോൾ ഒരു അതിശക്തമായ ഒരു മഴ അവിടെ വരുന്ന സാഹചര്യം വലിയ തോതിൽ ജനങ്ങൾ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അങ്ങനെ മഴ ഉണ്ടായാൽ അതുകൊണ്ടാണല്ലോ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് സർക്കാരുകൾ തമ്മിൽ അത് ചർച്ച ചെയ്യുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അതെല്ലാം ചെയ്യുന്നുണ്ട്. അതിശക്തി ഇപ്പം നമുക്കറിയില്ല, വയനാട്ടിലുണ്ടായ വിഷയം നമുക്ക് സാധ്യമായത് എന്തായിരുന്നു, എന്താ സംഭവിച്ചെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 90 തൊട്ട് 100 mm ഒക്കെ മഴ പെയ്യുമ്പോൾ വലിയ മഴയായി കണ്ട കേരളമാണ് നമ്മൾ. ഇപ്പോൾ 200 mm 300 mm മഴ പെയ്തിറങ്ങുക. നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ നമുക്കൊരു പ്രതലത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ വലിയ തോതിലുള്ള വെള്ളം വരുമ്പോൾ 2018 സാക്ഷിയല്ലേ നമ്മളെല്ലാം. നിങ്ങൾ ഉൾപ്പെടെ രക്ഷപ്പെടും നമ്മളാരെങ്കിലും വിചാരിച്ചോ? ഇപ്പം നിന്ന് കൊടുക്കുകയല്ലേ ചെയ്തേ. ഈ വാർത്ത ഒരു വാക്ക് പുറത്തോട്ട് വിടാൻ നമുക്ക് കഴിഞ്ഞോ? എല്ലാ കമ്മ്യൂണിക്കേഷനും കൈവിട്ടു പോയില്ലേ? അപ്പോൾ പ്രതീക്ഷകൾക്കപ്പുറേ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളോട് വരുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനുള്ള മുൻകൂട്ടി ആസൂത്രണമാണ് നമുക്കാകാവുന്നത്. അത് ജനങ്ങളെ സംരക്ഷിക്കലാണ് ആവശ്യം. ഇപ്പോൾ നമ്മുടെ ആവശ്യം ഇവിടെയുള്ള ആൾക്കാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക. എന്നാൽ ലീഗലായിട്ടുള്ള വിഷയങ്ങൾ ഉറപ്പുവരുത്താനും അതോടൊപ്പം പുതിയൊരു ഡാം ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ബലപ്പെട്ടു വന്നിരിക്കുന്ന ആ സാഹചര്യം കേന്ദ്ര ഗവൺമെൻറ്റിനെയും കൂടി ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നമ്മുടെ MP മാർ ആ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം.